Hello, my dear students. നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് പോർട്ട്ഫോളിയോ വിത്ത് മോർ ദാൻ ടു സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ്. നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളായി ആയിട്ട് പോർട്ട്ഫോളിയോ അനാലിസിസിൽ പോർട്ട്ഫോളിയോ വിത്ത് ടു സെക്യൂരിറ്റീസിന്റെ റിസ്ക് ആൻഡ് റിട്ടേൺ മെഷർമെന്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി രണ്ടിലധികം സെക്യൂരിറ്റീസ് എന്ത് ചെയ്യാണ് പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ്, അതേപോലെ ആ പോർട്ട്ഫോളിയോയുടെ റിസ്ക് അതുപോലെ റിട്ടേൺ എങ്ങനെ മെഷർ ചെയ്യാം, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, രണ്ടിലധികം സെക്യൂരിറ്റീസ് ഒരു പോർട്ട്ഫോളിയോ ഉൾപ്പെടുത്തി കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറയുന്നത് റിസ്ക് റിഡക്ഷൻ ആണ്. ഓക്കെ, രണ്ടിലധികം സെക്യൂരിറ്റീസ്, കൂടുതൽ സെക്യൂരിറ്റീസ് ഒരു പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ പോർട്ട്ഫോളിയോയിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പോർട്ട്ഫോളിയോ റിസ്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും, അല്ലെങ്കിൽ റിഡ്യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഒരു ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ നോക്കാൻ പ്രധാനമായിട്ട് രണ്ട് രീതിയിലുള്ള റിസ്ക് ആണ് ഉള്ളത്, രണ്ട് ടൈപ്പിലുള്ള റിസ്ക് ആണ് ഉള്ളത്. സിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ട്, അതേപോലെ സിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ട്. ഓക്കെ, സിസ്റ്റമാറ്റിക് റിസ്കിന്റെ പ്രത്യേകത എന്താണ്, നോൺ ഡൈവേഴ്സിഫയബിൾ ആണ്. നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് ആ സിസ്റ്റമാറ്റിക് റിസ്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ റിസ്കിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്നാൽ അൺസിസ്റ്റമാറ്റിക് റിസ്കിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്, ഡൈവേഴ്സിഫയബിൾ റിസ്ക് ആണ്. ഓക്കെ, ഡൈവേഴ്സിഫിക്കേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ റിസ്കിനെ എലിമിനേറ്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അതെന്ത് ചെയ്യാം, റിഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോർട്ട്ഫോളിയോയില് രണ്ടിലധികം കൂടുതൽ സെക്യൂരിറ്റീസ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയുടെ സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ത് ചെയ്യുന്ന പറയുന്നത് റിഡ്യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. Okay, the risk of portfolio as a whole reduced as the size of portfolio increases. പോർട്ട്ഫോളിയോയുടെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റിസ്ക് എന്ത് ചെയ്യും, പോർട്ട്ഫോളിയോയുടെ റിസ്ക് റിഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. ഓക്കെ, സിസ്റ്റമാറ്റിക് റിസ്കിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത റിസ്ക് ആണ് എന്ത്, സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു പോർട്ട്ഫോളിയോയിൽ കുറച്ചധികം സെക്യൂരിറ്റീസ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അൺസിസ്റ്റമാറ്റിക് റിസ്കിനെ ഒഴിവാക്കാൻ പറ്റും. ആ പോർട്ട്ഫോളിയോയിലെ അൺസിസ്റ്റമാറ്റിക് റിസ്കിനെ റിഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പോർട്ട്ഫോളിയോ റിസ്ക് റെഡ്യൂസസ് വെൻ more securities are included in the portfolio, but it stops when unsystematic risk is eliminated. ഓക്കെ, അപ്പോൾ കുറെ അധികം സെക്യൂരിറ്റീസ് പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്തു. എനിക്ക് അതിലെ എന്താ പറയുന്നത്, അതിന്റെ അൺസിസ്റ്റമാറ്റിക് റിസ്ക് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ റിസ്ക് എന്ത് ചെയ്തു, ഒരു പർട്ടിക്കുലർ ലെവൽ വരെയാണ് അത് എന്ത് ചെയ്യുള്ളൂ, റിഡ്യൂസ് ചെയ്യുള്ളൂ എന്ന് പറയുന്നത്. പർട്ടിക്കുലർ ലെവൽ വരെ റിഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആ പോർട്ട്ഫോളിയോയിൽ എത്രത്തോളം ഉണ്ട്, ആ ഒരു പർട്ടിക്കുലർ ലെവൽ വരെയാണ് എന്ത് വരുള്ളൂ, ആ ഒരു പോർട്ട്ഫോളിയോ റിസ്ക് റിഡക്ഷൻ വരുള്ളൂ. ഓക്കെ, അതിനുശേഷം എത്രത്തോളം സെക്യൂരിറ്റീസ് ആ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ പോർട്ട്ഫോളിയോയുടെ റിസ്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് പറയുന്നത്. കാരണം എന്താണ്, അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഒക്കെ ഓൾറെഡി എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി വരുന്ന റിസ്ക് എന്ന് പറയുന്നത് എന്താണ്, സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. ആ സിസ്റ്റമാറ്റിക് റിസ്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ റിസ്ക് എന്ത് ചെയ്യാം, നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, പോർട്ട്ഫോളിയോയുടെ സൈസ് കൂടുന്നതിനനുസരിച്ച് പോർട്ട്ഫോളിയോ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പോർട്ട്ഫോളിയോ റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. ഓക്കെ, ആ അൺസിസ്റ്റമാറ്റിക് പോർട്ട്ഫോളിയോ റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ല, സിസ്റ്റമാറ്റിക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ട്. ഓക്കെ, ഇവിടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ലെവൽ വരെ എന്ത് ചെയ്യാൻ പറ്റും, അൺസിസ്റ്റമാറ്റിക് റിസ്ക് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം എന്താണ്, എത്രത്തോളം സെക്യൂരിറ്റീസ് ആ പോർട്ട്ഫോളിയോ ഇൻക്രീസ് ചെയ്തിട്ടും പോർട്ട്ഫോളിയോ റിസ്ക് റെഡ്യൂസ് ചെയ്യണമെന്നില്ല. കാരണം എന്താണ്, അവിടെ ബാക്കി വരുന്ന റിസ്ക് എന്ന് പറയുന്നത് എന്താണ്, സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. എനിക്ക് സിസ്റ്റമാറ്റിക് റിസ്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പോർട്ട്ഫോളിയോ വിത്ത് മോർ ദാൻ സെക്യൂരിറ്റീസ് ഹാസ് മോർ ആൻഡ് മോർ ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക് ആർ നെഗ്ലിജിബിൾ സിസ്റ്റമാറ്റിക് റിസ്ക്. ഓക്കെ, ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പറയുന്നുണ്ട്, നോക്കാം. എക്സ് ആക്സിസിൽ നമ്പർ ഓഫ് സെക്യൂരിറ്റീസും വൈ ആക്സിസിലെ റിസ്ക് ആണ്. റിസ്ക് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, റിസ്ക് ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഹിയർ റിസ്ക് മീൻസ് ബോത്ത് സിസ്റ്റമാറ്റിക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. ഓക്കെ, ഇവിടെ നോക്കാം, നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് 10 സെക്യൂരിറ്റീസ് ഉള്ള സമയത്ത് റിസ്ക് എന്ന് പറയുന്നത് എത്രയാണ്, 90 ആയിരുന്നു. ഓക്കെ, ദെൻ 20
അതിന്റെ സെക്യൂരിറ്റീസിന്റെ എണ്ണം കൂട്ടി. എത്രയാണ്? 10 സെക്യൂരിറ്റീസ് മോർ വന്നു അല്ലെ. 20 സെക്യൂരിറ്റീസ് ആണ് സിറ്റുവേഷനിൽ എന്താണ് അതിന്റെ റിസ്ക്, ആ പോർട്ട്ഫോളിയോന്റെ റിസ്ക് 90 എന്നുള്ള എത്രയായിട്ട് മാറി? 60 ആയിട്ട് മാറി. 60 അല്ല എത്രയാണ്? 50 ആയിട്ട് മാറി അല്ലെ. 30 ആകുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം 40 ആയി അല്ലെ. 30 സെക്യൂരിറ്റീസ് ആണ് സിറ്റുവേഷനിൽ റിസ്ക് എത്രയായിട്ട് മാറി? 40% ആയിട്ട് മാറി. ദെൻ നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് 40 ആണ് സിറ്റുവേഷനിൽ നോക്കുക എത്രയാണ്? ഒരു 35 അല്ലെ, 35%. ദെൻ നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് 50 ആണ് സിറ്റുവേഷനിൽ 30. ഓക്കെ, നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് 60 ആണ് സിറ്റുവേഷനിൽ 30. അങ്ങനെ കുറഞ്ഞു വരിക ചെയ്യുന്നത് അല്ലെ. നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് കൂടുന്നതിനനുസരിച്ച് പോർട്ട്ഫോളിയോ റിസ്ക് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. ഓക്കെ, ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് സ്റ്റേബിൾ ആയിട്ട് പോകും. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? പോർട്ട്ഫോളിയോ നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് കൂടുന്നതിനനുസരിച്ച് പോർട്ട്ഫോളിയോ റിസ്ക് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അപ്പൊ ഈ ഒരു റിസ്ക് ഉദ്ദേശിക്കുന്നത് എന്താണ്? അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണ് ഇവിടെ സെക്യൂരിറ്റീസ് കൂടുന്നതിനനുസരിച്ചിട്ട് കുറയുന്നത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ആ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ത് ചെയ്യും? ഫുള്ളി എലിമിനേറ്റ് ആവും. ഓക്കെ, മുഴുവനായിട്ട് പോവും. ഓക്കെ, അപ്പൊ അവിടെ ബാക്കി വരുന്ന റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? ബാക്കി വരുന്ന റിസ്ക് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. ഓക്കെ, ആ ഒരു സിസ്റ്റമാറ്റിക് റിസ്കിന്റെ പോർഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. സിസ്റ്റമാറ്റിക് റിസ്ക്, ആ ഒരു സിസ്റ്റമാറ്റിക് റിസ്ക് എപ്പോഴും എന്തായിരിക്കും? അവിടെ ആ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്യൂരിറ്റീസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോർട്ട്ഫോളിയോയിലെ സിസ്റ്റമാറ്റിക് റിസ്കിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അറ്റ് എ പർട്ടിക്കുലർ ലെവൽ, ഒരു പർട്ടിക്കുലർ ലെവൽ വരെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ പർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞാലും എന്തുണ്ടായിരിക്കും? ആ പോർട്ട്ഫോളിയോയിൽ റിസ്ക് ഉണ്ടായിരിക്കും. ആ റിസ്ക് എന്തായിരിക്കും? സിസ്റ്റമാറ്റിക് റിസ്ക് ആയിരിക്കും. ആ സിസ്റ്റമാറ്റിക് റിസ്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പോർട്ട്ഫോളിയോയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യിക്കാൻ പറ്റില്ല. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ പറഞ്ഞ ഈ തിയറി എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോയിൽ നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പോർട്ട്ഫോളിയോ റിസ്ക് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. പോർട്ട്ഫോളിയോ റിസ്ക് റെഡ്യൂസസ് when more securities are included in the portfolio, but it stops when unsystematic risk is eliminated. Okay, unsystematic risk മുഴുവനായിട്ട് എലിമിനേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ വരെയാണ് എന്ത് നിൽക്കുള്ളൂ? എന്ത് റെഡ്യൂസ് ചെയ്യുള്ളൂ? പോർട്ട്ഫോളിയോ റിസ്ക് റെഡ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് ആ ഒരു തിയറി നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് കൂടുമ്പോൾ പോർട്ട്ഫോളിയോ റിസ്ക് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഗ്രാഫ് ഒക്കെ മനസ്സിലാക്കി വെക്കണം, ചോദിക്കാറുണ്ട് എക്സാമിന് കേട്ടോ. ഓക്കെ, then return calculation of portfolio with more than 2 security. പോർട്ട്ഫോളിയോയിൽ 2 സെക്യൂരിറ്റീസ് എന്ന സിറ്റുവേഷനിൽ റിട്ടേണും അതുപോലെ റിസ്ക് മെഷർ ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. ഇനി മോർ ദാൻ 2 സെക്യൂരിറ്റീസ് വരുന്ന പോർട്ട്ഫോളിയോയിൽ എങ്ങനെ റിട്ടേണും റിസ്കും കാൽക്കുലേറ്റ് ചെയ്യാം, അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിൽ റിട്ടേൺ മെഷർമെന്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ഈക്വൽ തന്നെയാണ്. എന്തായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചത്? return of portfolio is equal to portfolio return is equal to sigma xi ri. Okay, ഇക്വേഷൻ തന്നെയാണ്. മോർ ദാൻ 2 സെക്യൂരിറ്റീസ് ആണെങ്കിലും റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, xi എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രൊപ്പോർഷൻ ഓഫ് പോർട്ട്ഫോളിയോ. ആ സെക്യൂരിറ്റീസ് ഇപ്പൊ 3 സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു സെക്യൂരിറ്റി എ ബി സി 3 സെക്യൂരിറ്റീസ് ഉണ്ട്. ഓക്കെ, എയുടെ പ്രൊപ്പോർഷൻ 20% ആണ്. ഓക്കെ, ദെൻ ബിയുടെ പ്രൊപ്പോർഷൻ എത്രയാണ്? 30%. ദെൻ സിയുടെ 50%. ഓക്കെ, ഈ പ്രൊപ്പോർഷൻ ഓഫ് എന്താണ്? പോർട്ട്ഫോളിയോ ആണ് എന്ത്? xi എന്ന് കാണിക്കുന്നത്. ഇനി RI എന്താണ്? ഓരോ സിംഗിൾ സെക്യൂരിറ്റീസിന്റെ റിട്ടേൺ, ദാറ്റ് ഈസ് RI. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിന്റെ സം എടുക്കുന്നു. ഓക്കെ, അതാണ് പോർട്ട്ഫോളിയോ റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയ ഒന്നുകൂടെ നോക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഒന്നിലധികം സെക്യൂരിറ്റീസ് വരുന്ന സിറ്റുവേഷനിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? അതിന്റെ വെയിറ്റിനെ അല്ലെങ്കിൽ പ്രൊപ്പോർഷനെ അതിന്റെ കറസ്പോണ്ടിങ് റിട്ടേൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതിന്റെ സം എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? പോർട്ട്ഫോളിയോ റിട്ടേൺ കിട്ടും. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ചെയ്യുന്നില്ല. ടെക്സ്റ്റിൽ പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, പ്രൊപ്പോർഷൻ അതിന് കറസ്പോണ്ടിങ് റിട്ടേൺ ആയിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ സം. ഓക്കെ, നെക്സ്റ്റ് ആണ്
റിട്ടേൺ അല്ല, റിസ്ക് ആണ് കേട്ടോ. ഇതാണ് റിസ്ക്. ഓക്കെ, റിസ്ക് കാൽക്കുലേഷൻ ഓഫ് പോർട്ട്ഫോളിയോ വിത്ത് മോർ ദാൻ 2 സെക്യൂരിറ്റീസ്. ഓക്കെ, നിങ്ങൾ കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ് റിസ്ക് മെഷർമെന്റ്. മോർ ദാൻ 2 സെക്യൂരിറ്റീസിന്റെ കേസിലെ പോർട്ട്ഫോളിയോ റിസ്ക് കാൽക്കുലേഷൻ ആണ് കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്. പക്ഷെ നമുക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് ചെയ്യാനും മനസ്സിലായി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാനും പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ പോർട്ട്ഫോളിയോ റിസ്ക് മെഷർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പോർട്ട്ഫോളിയോ റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ with more than 2 securities can be calculated by considering the variance and standard deviation. This depends upon the proportion of investment in each security and covariance of the securities included in the portfolio. The formula for portfolio variance with more than 2 securities is given below. Sigma p square is equal to sigma xi xj sigma ij. ഇതാണ് ഇക്വേഷൻ. നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു വെക്കുക. പക്ഷെ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇക്വേഷൻ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, നമ്മൾ മെട്രിക്സ് പഠിച്ചിട്ടുണ്ടല്ലോ BNS ല്. ഓക്കെ, ആ മെട്രിക്സിന്റെ ഫോർമാറ്റിലേക്ക് ആദ്യം ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, അപ്പൊ അത് ആ ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ, ആ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, കാണാതെ പഠിച്ചു വെക്കുക. ചിലപ്പോൾ എക്സാമിൽ ചോദിക്കാം. ഇത് പോർട്ട്ഫോളിയോ റിസ്ക് കാൽക്കുലേഷൻ മോർ ദാൻ 2 സെക്യൂരിറ്റീസ് വരുന്ന സിറ്റുവേഷനിൽ റിസ്ക് എങ്ങനെ മെഷർ ചെയ്യാം എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കുക. വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിച്ചാണ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പോർട്ട്ഫോളിയോ റിസ്ക് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ കോവേരിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, വേരിയൻസ് ആൻഡ് കോവേരിയൻസ് മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ അത്തരത്തിലുള്ള മെട്രിക്സ് ഫോം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോർട്ട്ഫോളിയോ റിസ്ക് മോർ ദാൻ 2 സെക്യൂരിറ്റീസിന്റെ കേസിൽ മെഷർ ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ ജസ്റ്റ് നോക്കി വെക്കുക. സിഗ്മ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ xi xj സിഗ്മ ij. ഓക്കെ, സിഗ്മ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു പോർട്ട്ഫോളിയോ വേരിയൻസ്. ഓക്കെ, 2 സിഗ്മ പറയുന്നുണ്ട് അല്ലെ, ഡബിൾ സമ്മേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. 2 പ്രാവശ്യം എന്ത് ചെയ്യാനുണ്ട്, സം ചെയ്യാനുണ്ട്. ഓക്കെ, xi യും xj നമുക്ക് അറിയാം. xi എന്ന് പറയുന്നത് ij എന്ന് പറയുന്നത് 2 സെക്യൂരിറ്റീസ് ആണ്. ഓക്കെ, x എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ, അപ്പൊ പ്രൊപ്പോർഷൻ ഓഫ് മണി ഇൻവെസ്റ്റഡ് ഇൻ സെക്യൂരിറ്റി i, xi എന്ന് പറയുന്നത്, xj എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ഓഫ് മണി ഇൻവെസ്റ്റഡ് ഇൻ സെക്യൂരിറ്റി j. ഓക്കെ, സിഗ്മ ij അറിയാലോ, എന്താണ്, the covariance between pair of securities ij. സിഗ്മ ij എന്ന് ഉദ്ദേശിക്കുന്നത് covariance ആണ്. ഓക്കെ, എന്ന് പറയുന്നത് total number of securities in the portfolio. These values are obtained by substituting the values of xi xj and sigma ij for each possible pair of securities. A convenient method to obtain the result is set up a variance covariance matrix. Okay, variance covariance matrix ഉപയോഗിച്ചുകൊണ്ടാണ് പോർട്ട്ഫോളിയോ റിസ്ക് ഇത്തരം സിറ്റുവേഷനിൽ മെഷർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇതേപോലെ ഒരു പ്രോബ്ലം നിങ്ങൾ ടെക്സ്റ്റ് ഉണ്ടാകും, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ പോർട്ട്ഫോളിയോ റിസ്ക് മെഷർമെന്റ് 2 ടൈപ്പിലാണ് പൊതുവെ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ആ 2 രീതിയിലുള്ള പ്രോബ്ലംസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. എ പോർട്ട്ഫോളിയോ കൺസിസ്റ്റ് ഓഫ് 3 സെക്യൂരിറ്റീസ് A, B, C. The proportion of investment in each of security is 0.20, 0.30, 0.50. Proportion ആണ് തന്നിട്ടുള്ളത്. The variance of each security and the covariance of each possible pair of securities may be set up as matrix as follows. Okay, covariance നോക്കുക. വേരിയൻസും കോവേരിയൻസും കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോർട്ട്ഫോളിയോ റിസ്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ വേരിയൻസും കോവേരിയൻസും ഉപയോഗിച്ച് വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് ഫോം ചെയ്യണം. അത് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോർട്ട്ഫോളിയോ റിസ്ക് മെഷർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ വെയിറ്റ് തന്നിട്ടുണ്ട്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ. ഓക്കെ, 0.2, 0.3, 0.3 തന്നിട്ടുണ്ട്. 3 സെക്യൂരിറ്റി ആണ് A, B, C. 63, 36, 63, 38, 74, 36, 74, 45. ഓക്കെ, ഇവിടെ ഓരോ കോമ്പിനേഷൻ ആയിട്ട് എടുത്താൽ മതി. ഈ ഒരു ഇതിന്റെ പ്രത്യേകത എന്താണ്, A കോമ്പിനേഷൻ ആണ്. ദെൻ ഇവിടെ AB, ദെൻ AC, ദെൻ BA, BB, BC, ദെൻ CA, CB, CC. ഈ ഒരു കോമ്പിനേഷൻ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ മെട്രിക്സ് ചെയ്യാറില്ലേ, അതേപോലെ തന്നെയാണ് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൽ ചെയ്യാം. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളത് വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് ആണ്. അപ്പൊ നമുക്ക് വേറെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് ആയതുകൊണ്ട്. ചില സിറ്റുവേഷനിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോറിലേഷനും ഒക്കെ തരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം,
ടേബിളിനെ വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇവിടെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഇൻഡ്യൂ ചെയ്തിടാൻ വേണ്ടുള്ളൂ. ഡബിൾ സമ്മേഷൻ സിഗ്മ ഐ ജെ. ഓക്കെ, ഇതാണ് നമുക്ക് ഇക്വേഷൻ ഒക്കെ അറിയാലോ. ഇക്വേഷനിലേക്ക് പോകണ്ട, നമുക്ക് എന്ത് ചെയ്യാം, മെട്രിക്സ് ഉപയോഗിച്ച് ജസ്റ്റ് ചെയ്ത് പോവാം. ഓക്കെ, ഇതിന്റെ ഫോം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കുക. വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അത് ഫോം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി അതിന്റെ തിയറീസ് ഒക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. The entries along the diagonal of matrix represent the variance of securities. Okay, ഇതിന്റെ ഡയഗണൽസ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്? സെക്യൂരിറ്റീസിന്റെ വേരിയൻസിനെയാണ്. The other entries in the matrix represent the covariance of the respective pairs of securities such as A and B, A and C, B and C. Okay, ഇപ്പോൾ ഡയഗണൽസ് ആയിട്ടുള്ള ഈ മൂന്നെണ്ണം കാണിക്കുന്നുണ്ടല്ലോ. ഏതൊക്കെ? 52, 38, 45. Okay, A, A, B, B, C, C. Okay, ഈ വാല്യൂസ് ആണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. വേരിയൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബാക്കി വാല്യൂസ് ഒക്കെ എന്താണ്? കോവേരിയൻസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കോവേരിയൻസ് ബിറ്റ്വീൻ ബി ആൻഡ് എ. ദെൻ ഇവിടെ 63 എന്ന് പറയുമ്പോൾ എ ആൻഡ് ബി ഉണ്ടോ? എ സി, സി എ സി, ബി സി ഉണ്ടോ? ഓരോ പോയിന്റ്സ് നോക്കാം, അതിന്റെ കോമ്പിനേഷൻ നോക്കാം. Once the variance and covariance matrix is set up, the computation of portfolio variance is a comparatively simple operation. അപ്പോൾ ഇതിൽ ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, each cell in the matrix represent a pair of two security. ഓരോ സെല്ലും റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഓരോ കോമ്പിനേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ 74 എന്ന് പറയുന്ന ഈ വാല്യൂ എടുക്കുകയാണ്. ഈ 74 എന്ന് പറയുന്ന വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? കോമ്പിനേഷൻ ഓഫ് ബി ആൻഡ് സി. ആ രണ്ട് സെക്യൂരിറ്റീസിന്റെ കോമ്പിനേഷൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, for example, the first cell, the first row of the matrix represents A and A. The second cell in the first row represents security A and B, and so on. The variance and or covariance in each cell has to multiply by the weights of the respective securities represented by the cell. Okay, അപ്പോൾ ഇത്രയാണ് ചെയ്യേണ്ടത്. എന്താണ്? ഈ ഓരോ സെല്ലിലെയും വാല്യൂസിനെ എന്ത് ചെയ്യാം? അതിന്റെ കറസ്പോണ്ടിങ് വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, 52 എന്ന് പറയുന്ന വാല്യൂ എടുക്കുകയാണ്. 52 എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ബോത്ത് എ ആൻഡ് എ ആണ് അല്ലെ? ഈ 52നെ എയുടെ വെയിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, then അതേപോലെ എയുടെ വെയിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിട്ട് മാറും? 52 into 0.2 into 0.2. ഓക്കെ, then 63 എടുക്കുകയാണെങ്കിൽ എന്ത് വരും? 63 എന്ന് പറയുന്നത് എ ബി കോമ്പിനേഷൻ ആണ് അല്ലെ? എയുടെ വെയിറ്റും ബിയുടെ വെയിറ്റും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 63 into 0.2 into 0.3. ഓക്കെ, 36 എടുക്കുകയാണെങ്കിൽ എന്താണ്? 36 എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് സി ആണ്. ഓക്കെ, അപ്പൊ എയുടെ വെയിറ്റ് 0.2 ആണ്, സിയുടെ വെയിറ്റ് 0.5 ആണ്. ഓക്കെ, അപ്പൊ 36 into 0.2 into 0.5. ഓക്കെ, അതേപോലെ എല്ലാ സെക്യൂരിറ്റിയും 3, 6, 9 എന്ത് ചെയ്യാം? സെല്ലുകളെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, then all these products are summed up. The resulting figure is a portfolio variance. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം അത് സം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പോർട്ട്ഫോളിയോ വേരിയൻസ് കിട്ടും. അതിന്റെ സ്ക്വയർ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഓക്കെ, അതിന്റെ കാൽക്കുലേഷൻ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു 52ന്റെ നോക്കാം ആദ്യം. 52ന്റെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്? 52 into അതിന്റെ രണ്ട് വെയിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഏത് കോമ്പിനേഷൻ ആണോ നോക്കുക, ആ രണ്ട് കോമ്പിനേഷനും വെയിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ വെയിറ്റ് എന്ന് പറയുന്നത് എ ആണ്. എ സെക്യൂരിറ്റി ആണ്. 0.2 into 0.2 into 52. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നോക്കുക, എ ബി കോമ്പിനേഷൻ ആണ്. 0.2 into 0.3 into 63. ഓക്കെ, കേട്ടോ. ദെൻ 36 നോക്കുക, എ സി കോമ്പിനേഷൻ ആണ്. 0.2 into 0.5 into 36. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ പോയിന്റ് നോക്കുക, ഇതാണ് എ ബി കോമ്പിനേഷൻ ആണ് അല്ലെ? 63 ആണ് വാല്യൂ വരുന്നത്. ഓക്കെ, വെയിറ്റ് നോക്കുക, 0.3 into 0.2 into 63. Then 38 BB ആണ്. 0.3 into 0.3 into 38. Okay, then 74 നോക്കുക, 0.5 into 0.3 into 74. Okay, then 36 നോക്കുക, AC ആണ് കോമ്പിനേഷൻ വരുന്നത്.
Okay, 0.5 into 0.2 into 36. Okay, 74 നോക്കാം, 0.5 into 0.3 into 74. Okay, then 45 നോക്കാം, C കോമ്പിനേഷൻ ആയിട്ടുണ്ട്, 0.5 into 0.5 into 45. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്യാം. മെട്രിക്സ് നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഇതേപോലെ എഴുതുന്നതിന് പകരം എന്ത് ചെയ്യാം, ടേബിളിൽ തന്നെ നിങ്ങൾ എഴുതി പോവാം. ഇതേപോലത്തെ ഒരു മെട്രിക്സ് നിങ്ങൾ ഫോം ചെയ്തിട്ട് അങ്ങനെ എഴുതി പോവാം. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യാം, അത് ടോട്ടൽ ചെയ്യാം. ഓക്കെ, ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്ത് കിട്ടുന്നതാണ് വേരിയൻസ്. ആ പോർട്ട്ഫോളിയോന്റെ വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, ഇവിടെ 53.71 ആണ് അതിന്റെ പോർട്ട്ഫോളിയോ വേരിയൻസ് ആയിട്ട് കിട്ടുക. അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, റൂട്ട് ഓഫ് 53.71, ദാറ്റ് ഈസ് 7.3287. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് ആണ് തന്നിട്ടുള്ളത് നോക്കാം. അങ്ങനെ തന്നിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യാം, ആ ഓരോ കോമ്പിനേഷന്റെയും വെയിറ്റ് ഇടുക. ഓക്കെ, വെയിറ്റിന്റെ പ്രൊഡക്റ്റ് എടുക്കുക, ഇൻറ്റു അതിന്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം, അതിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ 3 വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ ഓരോ സെല്ലിന്റെയും വാല്യൂസും വെയിറ്റും തമ്മിൽ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് അതിന്റെ സം എടുക്കാം. ഓക്കെ, ആണ് വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, എന്നാൽ ചില സിറ്റുവേഷനിൽ വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് തരില്ല. ഓക്കെ, അതിന് പകരം ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ കോറിലേഷനോ ഒക്കെ ആയിരിക്കും തരിക. ഓക്കെ, അത്തരം സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡാറ്റയെ വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ, റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആണ് നെക്സ്റ്റ് തന്നിട്ടുള്ളത്. അതിന് മുമ്പ് ചെറിയൊരു കാര്യം നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് അല്ല തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ആ കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് സിഗ്മ ഐ ജെ. സിഗ്മ ഐ ജെ എന്ന് പറയുന്നത് കോവേരിയൻസ് ആണ്. ഓക്കെ, കോവേരിയൻസ് ബിറ്റ്വീൻ സെക്യൂരിറ്റി ഐ ആൻഡ് ജെ. ഓക്കെ, ഈക്വൽ ടു ആർ ഐ ജെ സിഗ്മ ഐ ഇൻറ്റു സിഗ്മ ജെ. ഓക്കെ, അപ്പൊ കോറിലേഷൻ ബിറ്റ്വീൻ ദാറ്റ് ടു സെക്യൂരിറ്റീസ് ഇൻറ്റു സിഗ്മ ഐ ആൻഡ് സിഗ്മ ജെ. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, കോവേരിയൻസ് കിട്ടും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനിൽ കോവേരിയൻസ് അല്ല തന്നിട്ടുള്ളതെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ആ വാല്യൂസിനെ കോവേരിയൻസ് ആക്കി മാറ്റണം. ഓക്കെ, അപ്പൊ കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തൊക്കെ കിട്ടിയാൽ മതി, കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ കോറിലേഷനും പിന്നെ ഏതാണ് ആ സെക്യൂരിറ്റീസിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിയാൽ മതി. ഓക്കെ, ആ മൂന്നും കൂടെ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, കോവേരിയൻസ് കിട്ടും. ഓക്കെ, അപ്പൊ ഈ കോവേരിയൻസ് മെട്രിക്സ് തരാത്ത സിറ്റുവേഷനിൽ ഈ കോറിലേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ പ്രൊഡക്റ്റ് ചെയ്തിട്ട് ആ മെട്രിക്സിനെ മാറ്റി എഴുതണം. ഓക്കെ, അതാണ് ഇതിൽ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് തരാത്ത സിറ്റുവേഷനിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച്, ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിൽ ആ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തില്ല, കോവേരിയൻസ് തന്നിട്ടായിരിക്കില്ല. കോവേരിയൻസ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്, കോറിലേഷൻ ബിറ്റ്വീൻ ടു സെക്യൂരിറ്റീസ് ഇൻറ്റു സിഗ്മ ഐ ഇൻറ്റു സിഗ്മ ജെ. രണ്ട് സെക്യൂരിറ്റീസിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, കോറിലേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. The estimates of the standard deviation and correlation coefficient of 3 stocks are given below. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്താണ്, അവിടെ വേരിയൻസും നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിലെ വേരിയൻസും കോവേരിയൻസും ആണ് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു എന്താണ് ടേബിൾ മാറ്റി വരയ്ക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നോക്കുക, എസ്റ്റിമേറ്റഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കോറിലേഷൻ കോഎഫിഷ്യന്റ്സ് ആണ് തന്നിട്ടുള്ളത്. 3 സ്റ്റോക്കിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോറിലേഷനും ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ എന്താ തന്നിട്ടുള്ളത്, ദ പ്രൊപ്പോർഷൻസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 0.5 സ്റ്റോക്ക് എ. 0.15 ആണ് സ്റ്റോക്ക് എയുടെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. സ്റ്റോക്ക് ബിയുടെ 0.50 ആണ്. സ്റ്റോക്ക് സിയുടെ 0.35 പ്രൊപ്പോർഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ് കാൽക്കുലേറ്റ് പോർട്ട്ഫോളിയോ വേരിയൻസ്. പോർട്ട്ഫോളിയോ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചത്. ഓക്കെ, ഇവിടെ പോർട്ട്ഫോളിയോ വിത്ത് മോർ ദാൻ 2 സെക്യൂരിറ്റീസ് ആണ്. 3 സെക്യൂരിറ്റീസ് പറയുന്നുണ്ട് അല്ലെ, എ ബി സി 3 സെക്യൂരിറ്റീസ് പറയുന്നുണ്ട്. അപ്പോൾ പോർട്ട്ഫോളിയോ വിത്ത് മോർ ദാൻ 2 സെക്യൂരിറ്റീസ് ആണെങ്കിൽ വേരിയൻസ് കോവേരിയൻസ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് പോർട്ട്ഫോളിയോ വേരിയൻസ് മെഷർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനില് വേരിയൻസ് കോവേരിയൻസ് അല്ല തന്നിട്ടുള്ളത്, ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോറിലേഷനും ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അതിന് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് ആയിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ അത് നമുക്ക് അറിയാം. നമുക്ക് എങ്ങനെയാണ് മാറ്റേണ്ടത് നമുക്ക് അറിയാം. കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം. എന്താണ് കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ? സിഗ്മ ij is equal to Rij. Okay, correlation coefficient between ij sigma I into sigma j. ഓക്കെ, അപ്പൊ കോറിലേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കോവേരിയൻസ് കിട്ടും. ഓക്കെ, അപ്പൊ അവിടെ ഒന്ന് നോക്കുക. എന്താ ഈ ഒരു കോമ്പിനേഷൻ നോക്കുക, ഈ ഒരു ഭാഗം നോക്കാം. ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത എന്താണ്? ഏത് കോമ്പിനേഷൻ ആണ്? എ കോമ്പിനേഷൻ ആണ് അല്ലെ? എ കോമ്പിനേഷൻ ആണ്. അപ്പൊ അതിനെ നമുക്ക് എന്താക്കി മാറ്റണം? അതിന്റെ കോവേരിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, കോവേരിയൻസ് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് അറിയാലോ. എന്താണ്? സിഗ്മ ഐ ഇൻറ്റു സിഗ്മ ജെ. രണ്ട് സെക്യൂരിറ്റീസിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കാം. ഇവിടെ രണ്ട് സെക്യൂരിറ്റീസ് എ ആണ്. ഓക്കെ, സെക്യൂരിറ്റീസ് എ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ അതിന്റെ രണ്ടിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയാം 32 ഇൻറ്റു 32 ഇൻറ്റു അതിന്റെ കോറിലേഷൻ എത്രയാണ്? 1 ആണ്. അപ്പൊ 32 ഇൻറ്റു 32 ഇൻറ്റു 1. ഓക്കെ, എന്നാൽ അതേപോലെ ഇത് നോക്കിക്കേ. ബി ഇതാ ഈ ഒരു -0.8 എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ നോക്കാം. ഏതാണ് കോമ്പിനേഷൻ? എ ബി കോമ്പിനേഷൻ ആണ്. ശരിയല്ലേ? എ ബി കോമ്പിനേഷനിലെ എന്ത് ചെയ്യണം? കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. എന്താണ്? Rij ഇൻറ്റു സിഗ്മ ഐ ഇൻറ്റു സിഗ്മ ജെ. ഓക്കെ, രണ്ട് സെക്യൂരിറ്റീസിന്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ പ്രൊഡക്റ്റ്. ഓക്കെ, അറിയാം. എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 32 ആണ്. ബിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 26 ആണ്. അപ്പൊ 32 ഇൻറ്റു 26 ഇൻറ്റു കോറിലേഷൻ എത്രയാണ്? -0.8. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ എന്ത് ചെയ്യാം? സെല്ലും കോവേരിയൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, in this question the covariance between stocks are not given. Covariance തന്നിട്ടില്ല. However, this can be set up as a product of correlation coefficient between the two stocks and standard deviation of two stocks. This is shown below. Okay, അപ്പൊ കോറിലേഷനും കോവേരിയൻസ് തന്നിട്ടില്ല, പക്ഷെ എന്ത് തന്നിട്ടുണ്ട്? സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോറിലേഷൻ തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുള്ള ഇക്വേഷൻ ആണ് സിഗ്മ ij is equal to Rij സിഗ്മ I into സിഗ്മ j. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, ഇവിടെ നോക്കുക. എ എന്ന് പറയുന്ന കോമ്പിനേഷൻ നോക്കുക. എ എന്ന് പറയുന്ന കോമ്പിനേഷന്റെ കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോണ്. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്ന കോമ്പിനേഷനില് കോറിലേഷൻ പറയുന്നത് 1 ആണ്. ശരിയല്ലേ? 1. ഓക്കെ, ദെൻ പിന്നെന്താ വേണ്ടത്? സിഗ്മ ഐ ഇൻറ്റു സിഗ്മ ജെ. ആ കോമ്പിനേഷനിലെ രണ്ട് സെക്യൂരിറ്റീസിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, ആ കോമ്പിനേഷൻ പറയുന്നത് എ കോമ്പിനേഷൻ ആണ് അല്ലെ? അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 32 ആണ്. എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആ കോമ്പിനേഷൻ കോമ്പിനേഷൻ ആണല്ലോ. അപ്പൊ എയുടെ കോമ്പിനേഷൻ 32, ദെൻ രണ്ടാം സെക്യൂരിറ്റി ആയിട്ടുള്ള എയുടെ കോമ്പിനേഷൻ എന്താണ്? 32 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് വരും? 1 ഇൻറ്റു 32 ഇൻറ്റു 32. ഓക്കെ, അതേപോലെ ബിയുടെ ചെയ്യാം. ബിയുടെ നോക്കാം. ബിയുടെ കോറിലേഷൻ നോക്കാം. ബി അല്ല, കോമ്പിനേഷൻ നോക്കാം കേട്ടോ. ബി എ കോമ്പിനേഷൻ ആണ് അല്ലെ? ബി എ ഓർ എ ബി കോമ്പിനേഷൻ ആണ്. എ ബി കോമ്പിനേഷനിലെ കോറിലേഷൻ പറയുന്നത് -0.8 ആണ്. ദെൻ എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കാം. എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 32 ആണ്. ബിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കാം 26 ആണ്. ഓക്കെ, എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 32, ബിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 26. ഓക്കെ, പ്രൊഡക്റ്റ് ചെയ്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് കോമ്പിനേഷൻ, നെക്സ്റ്റ് സെല്ലിലേക്ക് പോവുകയാണെങ്കിൽ ഏതാണ്? എ സി കോമ്പിനേഷൻ ആണ് അല്ലെ? എ സി കോമ്പിനേഷൻ ആണ്. ആ എ സി കോമ്പിനേഷനിലെ കോറിലേഷൻ എത്രയാണ് നോക്കുക? 0.4 ആണ്. ഓക്കെ, ദെൻ എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 32 ആണ്. ഓക്കെ, സിയുടെ കോമ്പിനേഷൻ എത്രയാണ്? സിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 18 ആണ്. ഓക്കെ, അതിന്റെ പ്രൊഡക്റ്റ് എടുക്കുക. ഓക്കെ, അതേപോലെ ഓരോന്നിന് ചെയ്യാം. ഇത് നോക്കുക, ഈ ഒരു ഭാഗം നോക്കാം. ഓക്കെ, ഇത് ഏത് കോമ്പിനേഷനാ വരിക? സി എ കോമ്പിനേഷനാ വരുന്നത് അല്ലെ? സി എ കോമ്പിനേഷനിലെ Rij എത്രയാണ് വരുന്നത്? കോറിലേഷൻ എത്രയാണ് നോക്കുക? കോറിലേഷൻ എത്രയാണ്? 0.4 ആണ്. ഓക്കെ, 0.4 ആണ്. ദെൻ സിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കുക. സിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 18 ആണ്. എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 32 ആണ്. അതിന്റെ പ്രൊഡക്റ്റ് എടുക്കുക. ഓക്കെ, അപ്പൊ ഓരോന്നിന്റെയും ഓരോ സെല്ലിനെയും നമ്മൾ എന്താക്കി മാറ്റണം? അതിനെ കോവേരിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ഇൻറ്റു ചെയ്തിട്ട് ആ മെട്രിക്സിനെ മാറ്റി എഴുതാം. ഓക്കെ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അവിടെ ആദ്യം നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലുള്ള ഒരു മെട്രിക്സ് കിട്ടി അല്ലെ? വെയിറ്റ്, സെക്യൂരിറ്റീസ്, വെയിറ്റ് ഇവിടെയും കാണിക്കണം അല്ലെ? രണ്ട് സെക്യൂരിറ്റീസിന്റെ വെയിറ്റ് കാണിക്കണം. ഓക്കെ,
ഇവിടെ പ്രൊഡക്റ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, പ്രൊഡക്റ്റ് ഇതൊക്കെ ഇൻറ്റു ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ് കാണിച്ചിട്ടുള്ളത്. എ കോമ്പിനേഷനിൽ 1224, ബിയുടെ -666, then ഇവിടെ 230 -666, 676, 304, 230, 304, 324. ഓക്കെ, അപ്പോൾ എന്താണ് വാരിയൻസ് കോവേരിയൻസ് മെട്രിക്സ്. ഓക്കെ, വാരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ അറിയാം അല്ലേ? വാരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഡബിൾ സമ്മേഷൻ ഓഫ് xi xj സിഗ്മ ij. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യാം? രണ്ടിന്റെ പ്രൊപ്പോർഷൻ നോക്കാം. ഇവിടെ എ കോമ്പിനേഷൻ എടുക്കാം. എ കോമ്പിനേഷനിൽ അതിന്റെ രണ്ടിന്റെയും പ്രൊപ്പോർഷണൽ പ്രൊഡക്റ്റ് എടുക്കുക ഇൻറ്റു കോവേരിയൻസ്. ഓക്കെ, ഇവിടെ 0.15 ആണ്, ഇവിടെ 0.15 ആണ്, ഇവിടെ അതിന്റെ കോവേരിയൻസ് എന്ന് പറയുന്നത് 1024 ആണ്. അതിന്റെ പ്രൊഡക്റ്റ്. ഓക്കെ, അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. 0.15 into 0.15 into 1024 പ്ലസ്. അടുത്ത് നോക്കുക, അടുത്തതാ ഈ ഒരു പോയിന്റ് നോക്കുക. ഈ ഒരു സെല്ല് നോക്കുകയാണെങ്കിൽ കോമ്പിനേഷൻ എ ബി ആണ്. ഓക്കെ, എയുടെ വെയിറ്റ് എന്ന് പറയുന്നത്, എയുടെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 0.15 ആണ്, ബിയുടെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 0.15 ആണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്യാം, എന്നിട്ട് -666 ആയിട്ട് ഇൻറ്റു ചെയ്യാം. ഓക്കെ, അതേപോലെ ഓരോ സെല്ലും അങ്ങനെ പ്രൊഡക്റ്റ് ചെയ്യാം. ഓക്കെ, അതിന്റെ വെയിറ്റ് ആയിട്ട് ഇൻറ്റു ചെയ്യാം, കറസ്പോണ്ടിങ് വെയിറ്റ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിന്റെ സം എടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ 262.38 കിട്ടും. ഓക്കെ, പോർട്ട്ഫോളിയോ വേരിയൻസ് ആണ് കിട്ടുക. പോർട്ട്ഫോളിയോ വേരിയൻസിനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 262.38 കിട്ടും പോർട്ട്ഫോളിയോ വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൽ എഴുതിയാൽ എന്താ മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ അത്. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഓക്കെ, അത് ചെയ്ത് നോക്കുക. ഇത്രയാണ് നമുക്ക് പോർട്ട്ഫോളിയോ വിത്ത് മോർ ദാൻ 2 സെക്യൂരിറ്റീസിൽ നമുക്ക് റിസ്ക് മെഷർമെന്റ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതില് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഏരിയ ആണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് ഫോം ചെയ്യാനാണ്. ഡയറക്റ്റ് വാരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നോക്കാനൊന്നുമില്ല. അതിന്റെ ആ കോമ്പിനേഷൻ നോക്കുക. എ ബി കോമ്പിനേഷൻ ആണ് വരുന്നതെങ്കിൽ ഒരു സെല്ല് എടുക്കുക. ഓക്കെ, ഇവിടെ എന്താണ്, ഞാൻ ഈ ഒരു സെല്ല് എടുക്കുകയാണ്. ഈ ഒരു സെല്ല് എടുത്തു. ആ ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് കോമ്പിനേഷൻ ആണ് വരുന്നത്. ബി കോമ്പിനേഷൻ ആണ് വരുന്നത് അല്ലെ? ബി കോമ്പിനേഷൻ ആണ്. ബിയുടെ പ്രൊപ്പോർഷൻ നോക്കുക, ഈ ബിയുടെ പ്രൊപ്പോർഷൻ നോക്കുക. ഓക്കെ, അതിന്റെ കറസ്പോണ്ടിങ് കോവേരിയൻസ് നോക്കുക. അത് രണ്ടും കൂടെ, ആ മൂന്നും കൂടെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രേ ചെയ്യേണ്ടുള്ളൂ. വാരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, എന്നാൽ ചില സിറ്റുവേഷനിൽ എന്ത് തരില്ല? വാരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് ഡയറക്റ്റ് തരില്ല. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോറിലേഷനും ആയിരിക്കും തരിക. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ മെട്രിക്സിനെ മാറ്റി വരയ്ക്കണം. മാറ്റി വരയ്ക്കുക എന്ന് പറഞ്ഞത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോറിലേഷനും ഉപയോഗിച്ചുകൊണ്ട് കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം? ഒരു സെല്ല് എടുക്കുക, ഒരു പർട്ടിക്കുലർ സെല്ല് എടുക്കുക. ആ പർട്ടിക്കുലർ സെല്ല്, ഇപ്പൊ ഈ ഒരു സെല്ലാണ് ഞാൻ എടുക്കണമെങ്കിൽ അവിടെ കോമ്പിനേഷൻ എ ആണ് വരുന്നത് അല്ലെ? ആ എ കോമ്പിനേഷനിലെ കോറിലേഷൻ എത്രയാണെന്ന് നോക്കുക. കോറിലേഷൻ എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് ആ സെക്യൂരിറ്റീസിന്റെ, ആ കോമ്പിനേഷനിലെ സെക്യൂരിറ്റീസിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടാവും, എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടാവും. അതിന്റെ പ്രൊഡക്റ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കോവേരിയൻസ് കിട്ടും. ഓക്കെ, ഈ ഇക്വേഷൻ ഒന്ന് മനസ്സിലായി. ഓക്കെ, ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് സംശയം ഉണ്ടെന്ന് ചോദിക്കാം. ഓക്കെ, ടെക്സ്റ്റില് ഒരു പ്രോബ്ലം ഉണ്ട്, 8th പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ആ പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ആ ക്വസ്റ്റ്യനില് ഡയറക്റ്റ് വാരിയൻസ് കോവേരിയൻസ് മെട്രിക്സിനെ തന്നിട്ടുള്ളത്. പിന്നെ കൺഫ്യൂഷൻ ഒന്നുമില്ല, ജസ്റ്റ് അതിന്റെ പ്രൊഡക്റ്റ് ഇട്ട് ചെയ്താൽ മതി, എന്നിട്ട് അതിന് സം ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അടുത്ത ദിവസം വേറെ ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.